10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് സെക്ഷനാണ് ഇന്നത്തേത്. ഇന്ന് നമ്മൾ കേരളത്തിലെയും ഇന്ത്യയിലെയും പുതിയ അപ്പോയിൻമെൻറ്റുകളാണ് പഠിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ നിലവിലെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി ദ്രൗപദി മുർമു. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തമിഴ്നാടിൻ്റെ ഗവർണറും ആർലേക്കർ തന്നെയാണ്. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ PK മിശ്രയും ശക്തികാന്ത ദാസുമാണ്. നിധി തിവാരി പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് നിധി തിവാരി. ഇദ്ദേഹം ഒരു IFS ഓഫീസർ ആയിരുന്നു. 2014 ബാച്ച്. ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി. ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി. യൂണിയൻ റവന്യൂ സെക്രട്ടറി അരവിന്ദ് ശ്രീവാസ്തവ. യൂണിയൻ റവന്യൂ സെക്രട്ടറി അരവിന്ദ് ശ്രീവാസ്തവ. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ R വെങ്കിട്ടരമണി. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ചെയർമാൻ ജസ്റ്റിസ് വിക്രം നാഥ്. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ചെയർമാൻ ജസ്റ്റിസ് വിക്രം നാഥ്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ്. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ്. ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇന്ത്യയിലെ രാജ്യസഭയിലെ നിലവിലെ സഭാ നേതാവ് JP നദ്ദ. ജഗത് പ്രകാശ് നദ്ദയാണ്. ഇന്ത്യയുടെ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ K സഞ്ജയ് മൂർത്തി. RBIയുടെ ഗവർണർ ജനറൽ സഞ്ജയ് മൽഹോത്ര. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ഗ്യാനേഷ് കുമാർ. 26ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ഗ്യാനേഷ് കുമാർ. UPSCയുടെ ചെയർമാൻ യൂണിക് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ഡോക്ടർ അജയ് കുമാർ. UPSCയുടെ ചെയർമാൻ ഡോക്ടർ അജയ് കുമാർ. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയ. ഇന്ത്യയുടെ 16ാമത് ധനകാര്യ കമ്മീഷൻ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയ. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മഖ്വാന. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് PN വിജയകുമാർ. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് PN വിജയകുമാർ. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മഖ്വാന. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ അന്തർ സിംഗ് ആര്യയാണ്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അധ്യക്ഷൻ G ശശീന്ദ്രൻ. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ അന്തർ സിംഗ് ആര്യ. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ഡോക്ടർ AA റഷീദ്. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ അഡ്വക്കേറ്റ് AA റഷീദ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ സാധ്വി രഞ്ജൻ ജ്യോതി. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ സാധ്വി നിരഞ്ജൻ ജ്യോതി. ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയൽ. ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ രാജ്കുമാർ ഗോയൽ. ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ഓഫ് കേരള V ഹരി നായർ. കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ V ഹരി നായർ. ചീഫ് ഇലക്ടറൽ ഓഫീസർ ഓഫ് കേരള ഡോക്ടർ A കൗശികൻ. ഇത് പുതിയ നിയമനമാണ്. 2026 ജൂൺ 3-നാണ് ഇദ്ദേഹത്തെ നിയമിച്ചത്. ഇതിനു മുൻപ് രത്തൻ U കേൽക്കർ ആയിരുന്നു. കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് നമ്മുടെ ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ U കേൽക്കർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഡേറ്റ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ അതിൻ്റെ ആൻസർ രത്തൻ U കേൽക്കർ ആയിരിക്കും. നിലവിലെ എന്ന് ചോദ്യം വന്നാൽ അത് ഡോക്ടർ A കൗശികൻ ആയിരിക്കും. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ N ശേഷാദ്രിനാഥൻ. ഇതും പുതിയ നിയമനമാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ N ശേഷാദ്രിനാഥൻ. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് VP സാനു. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് VP സാനു. കേരളത്തിലെ നിലവിലെ ലോകായുക്ത ജസ്റ്റിസ് N അനിൽകുമാർ. കേരള ലോകായുക്ത ജസ്റ്റിസ് N അനിൽകുമാർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ സുപ്രീം കോടതി മുൻ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യൻ. കേരള ഹൈക്കോടതിയിലെ
കേരള ഹൈക്കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ. ദേശീയ തലത്തിൽ വി രാമസുബ്രഹ്മണ്യം, കേരളത്തിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണർ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ മൃത്യുഞ്ജയ് കുമാർ നരയൻ. രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ മൃത്യുഞ്ജയ് കുമാർ നരയൻ. ഇന്ത്യയിലെ നിലവിലെ സംയുക്ത സൈനിക മേധാവി NS രാജസുബ്രഹ്മണ്യൻ. ഇന്ത്യൻ കരസേനാ മേധാവി ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫ് ജനറൽ ധീരജ് സേത്ത്. കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്ത്. ഇന്ത്യൻ നാവികസേനാ മേധാവി കൃഷ്ണസ്വാമിനാഥൻ. ഇന്ത്യൻ നാവികസേനാ മേധാവി കൃഷ്ണസ്വാമിനാഥൻ. ഇന്ത്യൻ വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ്. ഇന്ത്യൻ വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ VSSCയുടെ ഡയറക്ടർ ഡോക്ടർ UP രാജീവ്. VSSCയുടെ പുതിയ ഡയറക്ടർ ഡോക്ടർ UP രാജീവ്. നീതി ആയോഗിന്റെ പുതിയ CEO നിധി ചിബ്ബർ. നീതി ആയോഗിന്റെ പുതിയ CEO നിധി ചിബ്ബർ. നിലവിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അധ്യക്ഷൻ ഡോക്ടർ മാധവ് കൗശിക്. വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് മാധവ് കൗശിക്. വൈസ് പ്രസിഡന്റ് പ്രൊഫസർ കുമുദ് ശർമ്മ. കേരള സാഹിത്യ അക്കാദമി പോലുള്ള സ്ഥാപനങ്ങളിൽ ഇപ്പോൾ അധ്യക്ഷനില്ല. ഭരണം മാറിയതിനാൽ ഇനി നിയമനങ്ങൾ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിനാൽ അത് പഠിക്കേണ്ട ആവശ്യമില്ല. കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ V നാഗ്ദാസ്. കേരളത്തിലെ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോടതി ജസ്റ്റിസ് സൗമൻ സെൻ. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൗമൻ സെൻ. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത്. 53ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സൂര്യകാന്ത്. കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയാണ്. ഇത് പുതിയ നിയമനമാണ്. ഇതിനു മുൻപ് ഡോക്ടർ ജയതിലക് ആയിരുന്നു. അതുപോലെ കേരളത്തിലെ DGP റവാഡ ചന്ദ്രശേഖർ. കേരള മുഖ്യമന്ത്രി VD സതീശൻ. കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ പൊതുഭരണം, ധനകാര്യം, ആസൂത്രണം, നിയമം, തുറമുഖം, തിരഞ്ഞെടുപ്പ്, ദുരന്ത നിവാരണം. രമേശ് ചെന്നിത്തല ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, ഫയർ ആൻഡ് റെസ്ക്യൂ കെയർ. PK കുഞ്ഞാലിക്കുട്ടി വ്യവസായം, IT, ഖനനം, ജിയോളജി, കൈത്തറി. K മുരളീധരൻ ആരോഗ്യം, മെഡിക്കൽ വിദ്യാഭ്യാസം, ആയുഷ്, ദേവസ്വം. സണ്ണി ജോസഫ് വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം. AP അനിൽകുമാർ റവന്യൂ, ഭൂപരിഷ്കരണം, സർവേ. ഷിബു ബേബി ജോൺ വനം, വന്യജീവി സംരക്ഷണം, തൊഴിൽ, നൈപുണ്യ വികസനം. ഇപ്പം നമ്മുടെ സെൻസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സർവേ ആരാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. മോൻസ് ജോസഫ് ജലവിഭവ വകുപ്പ്, ഭവന നിർമ്മാണം. അനൂപ് ജേക്കബ് ഭക്ഷ്യം, പൊതുവിതരണം, ഉപഭോക്തൃകാര്യം. CP ജോൺ ഗതാഗതം, റോഡ്, ജലഗതാഗതം, മോട്ടോർ വെഹിക്കിൾ. N ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസം, ന്യൂനപക്ഷ ക്ഷേമം, ഹജ്ജ്, വഖഫ്. റോജി M ജോൺ ഉന്നത വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ, NCC. PC വിഷ്ണുനാഥ് ടൂറിസം, സാംസ്കാരികം, ചലച്ചിത്ര അക്കാദമി. M ലിജു സഹകരണം, എക്സൈസ്. T സിദ്ദിഖ് കൃഷി, മണ്ണ് സംരക്ഷണം. ബിന്ദു കൃഷ്ണ തൊഴിൽ, മൃഗസംരക്ഷണം, ക്ഷീരവികസനം. KA തുളസി പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമം. OJ ജനീഷ് കായികം, യുവജനക്ഷേമം, പുരാവസ്തു, മ്യൂസിയം. PK ബഷീർ പൊതുമരാമത്ത്. VE അബ്ദുൽ ഗഫൂർ ഫിഷറീസ്, സാമൂഹ്യനീതി. KM ഷാജി തദ്ദേശ സ്വയംഭരണം, ഗ്രാമവികസനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ പേഴ്സണൽ, പബ്ലിക് ഗ്രീവൻസസ്, പെൻഷൻ, ആണവോർജ വകുപ്പ്, ബഹിരാകാശ വകുപ്പ്. രാജ്നാഥ് സിംഗ് പ്രതിരോധ വകുപ്പ്. അമിത്ഷാ ആഭ്യന്തര വകുപ്പ്, സഹകരണ വകുപ്പ്. നിതിൻ ജയറാം ഗഡ്കരി ഉപരിതല ഗതാഗത ഹൈവേ വകുപ്പ്. JP നദ്ദ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ്, രാസവസ്തു, ഫെർട്ടിലൈസർ വകുപ്പ്. ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി, കർഷകക്ഷേമ വകുപ്പ്, ഗ്രാമവികസന വകുപ്പ്. നിർമ്മല സീതാരാമൻ ധനകാര്യ വകുപ്പ്, കോർപ്പറേറ്റ് വകുപ്പ്. ഡോക്ടർ S ജയശങ്കർ വിദേശകാര്യ വകുപ്പ്. മനോഹർലാൽ ഖട്ടർ ഭവന നഗരകാര്യ വകുപ്പ്, ഊർജ വകുപ്പ്. HD കുമാരസ്വാമി ഘനവ്യവസായ വകുപ്പ്, ഉരുക്ക് വകുപ്പ്. പീയൂഷ് ഗോയൽ വാണിജ്യ വ്യവസായ വകുപ്പ്. ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ വകുപ്പ്. ജിതിൻ റാം മാഞ്ചി ഇടത്തര ചെറുകിട സംരംഭകത്വ വകുപ്പ്. സർബാനന്ദ സോനോവാൾ തുറമുഖ, ഫിഷിംഗ്, ജലപാത വകുപ്പ്. വിഴിഞ്ഞം തുറമുഖവുമായിട്ട് ഒരുപാട് ന്യൂസിൽ
പോകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ തുറമുഖ വകുപ്പ് സർബാനന്ദ സോനോവാൾ. വീരേന്ദ്രകുമാർ സാമൂഹിക നീതി ശാക്തീകരണ വകുപ്പ്. അശ്വിനി വൈഷ്ണവ് റെയിൽവേ ഇലക്ട്രോണിക്സ് ഇൻഫോർമേഷൻ ടെക്നോളജി വകുപ്പ്. ഭൂപേന്ദ്ര യാദവ് പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന വകുപ്പ്. ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ്.